വെൽക്കം ടു ആമീസ് വേൾഡ് ഓഫ് OET. ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയാം, ആദ്യം നമ്മൾ 1 minute 30 seconds തരുന്നതായിരിക്കും നിങ്ങൾക്കിത് വായിക്കാൻ. അത് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ യുവർ 1 minute 30 seconds സ്റ്റാർട്ട്സ് നൗ. നിങ്ങളുടെ ടൈം അപ്പ് ആയിട്ടുണ്ട്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഡി ആണ്. അതിന് മുന്നേ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ദി ബെനിഫിറ്റ്സ് ഓഫ് സ്റ്റാറ്റിൻസ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് ഹാവിംഗ് കോംപ്രമൈസ്ഡ് ബിക്കോസ്. കോംപ്രമൈസ്ഡ് എന്നായിട്ട് ബെനിഫിറ്റ്സ് ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് കാരണം ബിക്കോസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ലൈൻ വായിക്കാം. ആ കോംപ്രമൈസ് വരും. സ്റ്റാറ്റിൻസ് ഹാവ് ബീൻ കോംപ്രമൈസ്ഡ് ബൈ സീരിയസ് മിസ്റെപ്രസെൻറ്റേഷൻസ് ഓഫ് ദി എവിഡൻസ് ഫോർ ഇറ്റ് സേഫ്റ്റി. എന്തുകൊണ്ടാണ്? കുറേ മിസ്റെപ്രസെൻറ്റേഷൻസ്, അതായത് തെറ്റിദ്ധാരണകൾ വരുന്നത് കൊണ്ട്, അതിനെക്കുറിച്ച് വേറെ തെറ്റായ കാര്യങ്ങൾ പ്രചരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നാണ് പറഞ്ഞത്. ബൈ എന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാരണം ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ്? ആ ഒരു കാരണം കൊണ്ടല്ലേ. എല്ലാവരും ഇതിനകത്ത് നോക്കുന്നത് കോംപ്രമൈസിന്റെ മീനിങ് നോക്കും. സാധാരണ ഇങ്ങനെ ഒരു വേർഡ് ഹൈലൈറ്റ് ചെയ്ത് വരുമ്പോൾ കോംപ്രമൈസ്ഡ് അതിന്റെ മീനിങ് എന്താണെന്നാണ് ചോദിക്കേണ്ടത്. പക്ഷെ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ കോംപ്രമൈസ്ഡിന്റെ മീനിങ് അല്ല, ബിക്കോസ് എന്തുകൊണ്ടാണെന്നുള്ളതാണ്. അത് വെച്ചിട്ടാണ് നമ്മുടെ ആൻസർ ഡി വരുന്നത്. ടു മെനി ലൈസ് ഹാവ് ബീൻ ടോൾഡ് അബൌട്ട് ദെയർ എഫക്ട്സ്. അവർ പറഞ്ഞ കുറേ സീരിയസ് ആയിട്ടുള്ള മിസ്റെപ്രസെൻറ്റേഷൻസ് ഉണ്ട്. അതാണ് ലൈസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദർ ബെനിഫിറ്റ്സ് ആർ ടു ഫ്യൂ ഇൻ നമ്പർ, അങ്ങനെ പറഞ്ഞിട്ടില്ല. എ ലോട്ട് മോർ റിസർച്ച് നീഡ് ടു ബി ഡൺ. അതുമല്ല, സ്പെസിഫിക്കലി അതിന്റെ കാരണം നമുക്ക് തരുന്നുണ്ടെങ്കിൽ ആ കാരണം തന്നെ എടുക്കാം. ദർ ഇസ് സ്റ്റിൽ എ ഡോട്ട് ഓഫ് ഡിബേറ്റിന്റെ കാര്യവും പറഞ്ഞിട്ടില്ല. കുറെ തെറ്റിദ്ധാരണകൾ ഇതാവുന്നുണ്ട്, അതാണ് പറഞ്ഞിരിക്കുന്നത്. കുറെ കാര്യങ്ങൾ തെറ്റായിട്ട് പ്രചരിക്കുന്നുണ്ടെന്ന്. സോ അതുകൊണ്ടാണ് ഡി വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.